പശ്ചിമേഷ്യയിലെ ഏറ്റവും സംഘർഷഭരിതമായ മേഖലകളിലൊന്നായ ഗാസ വീണ്ടും ഒരു മാനുഷിക ദുരന്തത്തിന്റെ വക്കിലാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പതിറ്റാണ്ടുകളായുള്ള പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ പ്രസ്താവനകളും അതിനു പിന്നാലെ നടന്ന സൈനിക നീക്കങ്ങളും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി. ഗാസയിലെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇസ്രയേൽ ഇനി മുതൽ അതിശക്തമായ സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇത് ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഹമാസ് ഭീകരർ ഉപയോഗിക്കുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ്. സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കെട്ടിടങ്ങൾ, ടവറുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഭീകരരുടെ ഒളിത്താവളങ്ങളായി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് ഇസ്രയേലിന്റെ ആരോപണം. ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ സൈന്യം ആകാശമാർഗം ആക്രമണങ്ങൾ നടത്തുന്നത്. ആക്രമണത്തിന് മുമ്പ് കെട്ടിടങ്ങളിലെ താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നതിലൂടെ സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു. എന്നാൽ ഇത്തരം മുൻകരുതലുകൾ എടുക്കുമ്പോഴും വലിയൊരു വിഭാഗം ജനങ്ങൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഗാസയിലെ ജനസാന്ദ്രതയും വളരെ കൂടുതലാണ്. ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയ പ്രദേശമാണിത്. ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ നടത്തുമ്പോഴും കെട്ടിടങ്ങൾക്കും പാർപ്പിടങ്ങൾക്കും ചുറ്റുമുള്ള ആളുകളുടെ സുരക്ഷയും അപകടത്തിലാണ്. അൽറിമാൽ പ്രദേശത്തെ മുഷ്തഹ ടവർ തകർത്ത സംഭവം ഇതിനൊരു ഉദാഹരണമായി പറയാം. കെട്ടിടം പൂർണ്ണമായും തകർന്നു വീഴുന്നതിന്റെയും വലിയ അളവിൽ പൊടിയും പുകയും അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഈ ആക്രമണങ്ങളുടെ ഭീകരതയും വ്യക്തമാക്കുന്നു. ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ടെന്ന ഗാസയിലെ സിവിലിയൻ ഡിഫൻസ് ഏജൻസിയുടെ കണക്കുകളും സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ മാത്രം കുറഞ്ഞത് 19 പേർ കൊല്ലപ്പെട്ടു. ഇവരിൽ ഭൂരിഭാഗം സാധാരണക്കാരാണെന്ന് കരുതപ്പെടുന്നു. ആശുപത്രികൾ, സ്കൂളുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ പോലും ആക്രമിക്കപ്പെടുമ്പോൾ ഈ മേഖലയിലെ സാധാരണക്കാരുടെ അതിജീവനത്തിന് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈനിക നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹമാസിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനും ഇങ്ങനെ ഒരു ശക്തമായ നീക്കം അനിവാര്യമാണെന്നും ഇസ്രായേൽ സർക്കാർ വിശ്വസിക്കുന്നു. ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ യുദ്ധവ്യവസ്ഥകൾ അംഗീകരിക്കാത്ത പക്ഷം ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ കാറ്റ്സും വ്യക്തമാക്കിയത് ഈ നിലപാടിൽ അടിവരയിടുന്നുണ്ട്. എന്നാൽ ഇസ്രയേലിന്റെ ഈ നിലപാട് ആഗോളതലത്തിൽ വലിയ വിമർശനങ്ങൾ നേരിടുന്നുമുണ്ട്. ഈ ആക്രമണങ്ങൾ പലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും സമാധാനപരമായ പരിഹാരത്തിന് ഇത് തടസ്സമാകുമെന്നും പല രാജ്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഗാസയിൽ ഒരു സമ്പൂർണ്ണ അധിനിവേശം നടത്തിയിട്ടുള്ള ഇസ്രയേലിന്റെ നീക്കം ഈ വിമർശനങ്ങൾ കൂടുതൽ ശക്തമാക്കി. ഗാസയിലെ സംഘർഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. മിക്ക രാജ്യങ്ങളും സംയമനം പാലിക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തി. ഇസ്രയേൽ ചില നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ബ്രിട്ടൻ തയ്യാറായേക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് ഇസ്രയേലിന് മേലുള്ള നയതന്ത്രപരമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ്. ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളും സമാനമായ ആശങ്കകളാണ് പങ്കുവച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ദുരിതത്തിൽ ആഴമായ ആശങ്കയും രേഖപ്പെടുത്തി. UN സെക്രട്ടറി ജനറൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും മാനുഷിക സഹായങ്ങൾ എത്തിക്കാനും ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും ഇത്തരം ആവശ്യങ്ങളോട് ഇസ്രയേൽ കാര്യമായി പ്രതികരണം കാണിക്കുന്നില്ല. ഗാസയിൽ നിലവിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഈ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയാണ്. ഇസ്രയേലും ഹമാസും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ സമാധാനപരമായ ചർച്ചകൾക്ക് വാതിലുകൾ തടഞ്ഞിരിക്കുകയാണ്. ദീർഘകാല സമാധാനത്തിന് ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്ന വാദത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തിയേറുകയാണ്. എന്നാൽ ഇസ്രയേലിന്റെ നിലവിലെ സർക്കാർ ഈ വാദത്തോട് താല്പര്യം കാണിക്കുന്നില്ല. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാക്കാൻ സാധിക്കുകയുമില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ സമ്മർദ്ദം മാത്രമാണ് ഇസ്രയേലിന്റെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്നത്. എന്നാൽ അപ്പോഴും ഈ സംഘർഷം പൂർണ്ണമായും അവസാനിക്കുമോ എന്നും ഉറപ്പില്ല. ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഉണ്ടാകുമോ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം കേവലം ഇസ്രയേൽ പലസ്തീൻ പ്രശ്നമല്ല. ഈ പോരാട്ടത്തിന് പിന്നിൽ ഇറാന്റെ നിർണായകമായ രാഷ്ട്രീയ സൈനിക താല്പര്യങ്ങളും മറഞ്ഞിരിക്കുന്നുണ്ട്. ഹമാസിന് സൈനികവും സാമ്പത്തികവും രാഷ്ട്രീയമായി പിന്തുണ നൽകുന്നതിലൂടെ ഇറാൻ ഈ സംഘർഷത്തിൽ ഒരു പ്രധാന പങ്കാളിയായി മാറിയിരിക്കുന്നു. ഇറാന്റെ വിദേശ നയത്തിന്റെയും പ്രാദേശിക ശക്തി കേന്ദ്രീകരണ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ പിന്തുണ. ഇസ്രയേൽ ഗാസ സംഘർഷത്തിൽ ഇറാന്റെ പങ്ക് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ പങ്ക് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഗാസയിലെ ആക്രമണങ്ങളുടെ പ്രധാന ഉത്തരവാദി ഇറാനാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു. എന്നാൽ ഇറാൻ നേരിട്ട് ആക്രമണങ്ങളിൽ പങ്കെടുക്കുന്നില്ല. ഇറാന്റെ ഈ പിന്തുണ മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പല രാജ്യങ്ങളും വിശ്വസിക്കുന്നത്.